നല്ല ഒന്നാന്തരം ചീർപ്പ്. ചീർപ്പുകൾ വേണോ? ചീർപ്പ്. ചേട്ടാ, ഒരു ചീർപ്പ് തന്നേ. ഇതെടുത്തോ. ഒരുപാട് ഗുണങ്ങളുള്ള ചീർപ്പാ ഇത്. ഇത് വളയ്ക്കാം, ഒടിക്കാം, മടക്കാം, കല്ലുകൊണ്ടടിക്കാം, ചുറ്റിക്കൊണ്ടിടിക്കാം, നിലത്തിട്ടുരയ്ക്കാം. ഒന്നും പറ്റില്ല. സോറി, മുടി ചെയ്യുന്ന ചീർപ്പാണെന്നാ ഞാൻ കരുതിയത്. എനിക്ക് വേണ്ട. ഇതുകൊണ്ട് മുടിയും ചെയ്യാം. എന്നിട്ട് വേണം എന്റെ മുടി മുഴുവൻ പിഴുതു പോവാൻ. ഒന്ന് പോയേ. അത്രയും നന്നാക്കി പറയണ്ടായിരുന്നു. ബസ് വരാൻ ഇനിയും സമയമുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, സമയം എത്രയായി? ഹലോ മോനെ, സമയം എത്രയായി? ഇവൻ എന്താ ചെവി കേട്ടൂടെ? ഹലോ മോനെ, സമയം ടൈം എത്രയായി? ഞാൻ പറയില്ല. ഓ അത് ശരി, വലിയ ഗമയിൽ വാച്ചും കെട്ടി ഇറങ്ങിയതാണല്ലേ. സമയം നോക്കി പറയാൻ അറിയില്ലായിരിക്കും. നാശം, മൊബൈലാണെങ്കിൽ ഓഫായിപ്പോയി. സമയം നോക്കി പറയാനൊക്കെ എനിക്കറിയാം, പക്ഷേ ചേട്ടന് ഞാൻ പറഞ്ഞു തരില്ല. അതുകൊള്ളാലോ, എന്നോട് ശത്രുത തോന്നാൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. അതുകൊണ്ടാ സമയം പറഞ്ഞു തരാത്തത്. അതെ, നിങ്ങൾ എന്നോട് സമയം ചോദിച്ചു, ഞാൻ സമയം പറയും. ബസ് വരാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് നിങ്ങൾ എന്നോട് പേര് ചോദിക്കും, അപ്പ ഞാൻ പേര് പറയും. ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കും, അപ്പ നിങ്ങളുടെ പേര് പറയും. അപ്പ നമ്മള് പരിചയപ്പെടും. അന്നേരം നിങ്ങൾ എന്നെ ചായ കുടിക്കാൻ ക്ഷണിക്കും. ഞാൻ ചായ കുടിക്കും. ചായ കുടിച്ച സ്ഥിതിക്ക് നിങ്ങൾ എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എൻ്റെ അഡ്രസ്സ് പറയും. ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ വരും. അപ്പൊ ഞാൻ കയറിയിരിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എൻ്റെ ചേച്ചിയെ കാണും. ചേച്ചി സുന്ദരിയായതുകൊണ്ട് നിങ്ങൾക്ക് ചേച്ചിയെ ഇഷ്ടമാവും. അവളെ കല്യാണം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഒരു വാച്ച് പോലും സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത തനിക്ക് എങ്ങനെയാടോ ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു തരിക? ഹാവു, പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് മടുത്തു. ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം. TV കാണാൻ പറ്റുന്നില്ല, പത്രം വായിക്കാൻ പറ്റുന്നില്ല. എന്തോരം പ്രശ്നങ്ങളാ നാട്ടില്. ദൈവമേ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനുകൾ മീനെണ്ണയിൽ നിന്നും ചീരയിൽ നിന്നും മാറ്റി ഐസ്ക്രീമിലും ചോക്ലേറ്റിലും ചേർത്ത് തരണേ. വർഷത്തിൽ 2 മാസം അവധിയും 10 മാസം പഠിത്തു എന്നത് 10 മാസം അവധിയും വെറും 2 മാസവും പഠിത്തു എന്നാക്കി തരണേ. ദൈവമേ, ആഴ്ചയിൽ 2 തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ. കണക്ക് മാഷ് ചൂരിലെടുക്കുമ്പോൾ ചൂരല് പാമ്പായി പോണേ. അപ്പ സാറ് ചൂരില് നിലത്തിട്ടോടും. നമുക്കല്ലേ അറിയൂ അത് നമ്മൾ തമ്മിലുള്ള ഇടപാടാണെന്ന്. ദൈവമേ, നിലത്ത് വീണ ഉടനെ ചൂരിലാക്കാൻ മറക്കല്ലേ. ഞാനീ പ്രാർത്ഥിച്ചതെല്ലാം നാളെ മുതൽ നടക്കണേ ദൈവമേ. അയ്യോ അയ്യോ, അതാരാ? ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം കരഞ്ഞതാണല്ലേ. സാരമില്ല, ഓരോ ദിവസം ഓരോന്ന് വീതം നടപ്പാക്കി തന്നാ മതി. അയ്യോ, എന്നെ രക്ഷിക്കണേ. ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാവാൻ വഴിയില്ലല്ലോ. ഇതൊരുമാതിരി കാട്ടുപൂച്ചയുടെ ശബ്ദം. ആരാ? എവിടുന്നാ നിലവിളിക്കുന്നേ? അയ്യോ, ഇത് ഞാനാണേ. ഈ പൊട്ടക്കിണറ്റിന്നാണേ, രക്ഷിക്കണേ. ഒരാഴ്ചയായി ഇതിനകത്ത് വീണിട്ട്. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഈ പൊട്ടക്കിണറ്റിന്നാണേ, രക്ഷിക്കണേ. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഹലോ, ഏയ് ഹലോ, ഏയ്. അയ്യോടാ, എക്കോ. കിണറ്റീന്ന് എക്കോ. എക്കോ അല്ല, ചാക്കോ. കിണറ്റീന്ന് ചാക്കോ. അത് ശരി, കിണറ്റീന്ന് ചാക്കായിരുന്നോ? ഞാൻ കരുതി മനുഷ്യന്മാരും എല്ലാവരും ആയിരിക്കുമെന്ന്. നീ എന്തിനാ ചാക്കയെ കിണറ്റി ചാടിയത്? ചാക്കോ, താഴത്ത് വീട്ടിലെ ചാക്കോ. ചാക്ക് താഴത്ത് വീണെന്നോ? എപ്പോഴാ താഴത്ത് വീണേ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അമ്പോ, താഴത്തെ വീട്ടില് ചാക്കോ ചേട്ടനായിരുന്നോ? നിങ്ങക്ക് ഈ പൊട്ടക്കിണറ്റിൽ എന്താ കാര്യം? എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? ചേച്ചി വീണ്ടും ചിരവയെടുത്ത് തല്ലിയോ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടാ? ഇല്ലാതെ പിന്നെ. എടാ ഒന്ന് രക്ഷപ്പെടുത്തടാ.
എനിക്ക് ഇനിയും ജീവിക്കാൻ ആശയുണ്ടടാ ടിൻഡു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്തിനാ അവിടേക്ക് പോയത്? മുത്തും പഴവും വെറുക്കാൻ. എടാ മരമാക്രി, ഞാൻ വീണതാ, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നാട്ടുകാരുടെ നിർഭാഗ്യം. അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് ചേട്ടാ? പാമ്പും ചേരയും ഒക്കെ ധാരാളം ഉണ്ടാവുമല്ലോ. ഓ, ഒരു മനുഷ്യജീവി വരാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊരു സാധനത്തിനെയാണല്ലോ എന്റെ മുന്നിൽ കൊണ്ടിട്ടത്. എന്റെ ദൈവമേ. അത് ശരി, അപ്പൊ ചേട്ടനും എന്നെ പോലെ പ്രാർത്ഥിക്കാൻ വന്നതാണല്ലേ? പൊട്ടക്കഞ്ചിന്ന് പ്രാർത്ഥിച്ച എളുപ്പം ഫലം കിട്ടുവോ? എടാ എന്റെ പൊന്നു മോനല്ലേ, ഒന്ന് വേഗം എന്നെ രക്ഷപ്പെടുത്തടാ. അത് തന്നെ ചേട്ടാ ഞാൻ ആദ്യം ചോദിച്ചത്. അതിന്റെ ആവശ്യമുണ്ടോ? ചേട്ടനൊരു കാര്യം ചെയ്യ്, ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്യ്, എന്നിട്ട് പറ. ഞാൻ ഇപ്പൊ വരാവേ. അയ്യോ എന്റെ ദൈവമേ, എന്റെ തല പോയി. ഇതൊക്കെ എന്താടാ? കഴിഞ്ഞ 3-4 ദിവസത്തെ പത്രങ്ങളാ. എന്തോരം പ്രശ്നങ്ങളാണെന്നോ നാട്ടില്. കുത്തിയിരുന്ന് ടോർച്ച് അടിച്ച് വായിക്ക്, എന്നിട്ട് തീരുമാനിക്ക് പുറം ലോകത്തോട്ട് വരണോ അതോ അവിടെ തന്നെ കഴിഞ്ഞാ മതിയോ എന്ന്. അല്ല പിന്നെ ടിൻഡു, ഇങ്ങനെ ചുമ്മാ കിടന്നാ നിനക്ക് ബോറടിക്കത്തില്ലേ? ബോറടിച്ചാ ഞാൻ തിരിച്ചടിക്കും. ചിണ്ടി വരാ മോൻ, പിന്നെ അടിച്ചാ കേറി കിടന്ന് ഉറങ്ങിക്കളയും. അപ്പൊ ഒന്നും അറിയില്ലല്ലോ. പിന്നെ അച്ഛാ, ഞാൻ ഇന്നലെ മെസ്സിയെ സ്വപ്നം കണ്ടു. ആ, മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ആ തെക്കേടത്തെ ലിസിയുടെ പശുവിനെ നീ കണ്ടിട്ടുണ്ടോ? അതുപോലൊന്ന് നമുക്കും മേടിക്കണം. കവറ് പാല് കുടിച്ച് മടുത്തടാ. നാളെ മുതൽ കവറുപാൽ ഔട്ട്, കറവുപാൽ ഇൻ. ആ, നീ ആ കാലിച്ചന്തയിലോട്ട് പോയി ലക്ഷണമൊത്തൊരു നല്ല പശുവിനെ മേടിച്ചോണ്ട് വാ. അവിടെയുള്ളൊരു മൈക്കിളിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പോത്തു മൈക്കിളെന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. നല്ല പശു എന്ന് എങ്ങനെ മനസ്സിലാക്കും? ആ, ലക്ഷണങ്ങൾ ഞാനിപ്പോ പറഞ്ഞു തരാം. കറുത്ത നിറം, നല്ല തടി, നല്ല ഉയരം, നല്ല ഘടാഘടിയൻ, വാല് നിലത്തു തൊടണം, നിറഞ്ഞ അകിടായിരിക്കണം. ഇതെല്ലാം ഒത്തൊരു പശുവിനെ കിട്ടു അച്ഛാ? ആ, ഇതിൽ 1-2 കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. എല്ലാം ഒത്തുകിട്ടാനും പാടാ. ഇത് പശുവോ അതോ പോത്തോ? സംശയം എന്താ? ഇത് പശുവാ. അതല്ല, ഞാൻ ചേട്ടന്റെ കാര്യമാ ചോദിച്ചത്. അല്ല ചേട്ടാ, ചേട്ടനാണോ ഈ തോക്ക് കൈമൾ? തോക്ക് കൈമളല്ല, പോത്തു മൈക്കിൾ. ആ അതന്നെ, അത് ചേട്ടനാണോ? ആ, തോമസിന്റെ മോനല്ലേ? പശുവിനെ വേണമല്ലേ? ആ, ശരി, നോക്കിക്കോ. ഹാ, ഇത് കൊള്ളാമല്ലോ. ചേട്ടാ, ഇത് പെയിന്റ് അടിച്ചതൊന്നല്ലോ? ഛേ, ഇത് നല്ല 1-ാം തരം ജേഴ്സിയാ. ഹാ, ജേഴ്സി ഇട്ടതാണല്ലേ? ഞാൻ കരുതി ഒറിജിനൽ കളറാണെന്ന്. കറുത്ത നിറം, നല്ല പൊക്കം, തടി, അതുണ്ട്. അത് ഓക്കെ. അത് പിന്നെ സാരല്ല ചേട്ടാ, ഇത് മതി. മോനെ, കയറ്. പശുവിന്റെ പുറത്തൊന്നും ഞാൻ കയറില്ല. അതല്ലടാ, കയറ് കയറ്, ദാ കയറ്. എവിടുന്ന് കിട്ടി ഈ പഴയ പശുവിനെ? ഇത് പഴയതാണെന്ന് ആര് പറഞ്ഞു? ഇപ്പം വാങ്ങിയ പുത്തൻ പശുവാ. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആ, എത്തിയോ മിടുക്കൻ? കൊള്ളാമല്ലോടാ. കറുത്ത പുള്ളി, നല്ല ഉയരം, തടി, വാലാണെങ്കിൽ നിലത്തു മുട്ടുന്നു. അയ്യോ, ചതിച്ചോ കർത്താവേ. എടാ, ഈ സാധനത്തിന് അകിടില്ല. ബാക്കിയെല്ലാം ലക്ഷണം ഉണ്ടല്ലോ, പിന്നെ എല്ലാം ഒത്തുകിട്ടാൻ പാടാ.